കരയിലെ ഏറ്റവും വലിയ ജീവിയാണെങ്കിൽ എനിക്ക് കുളിക്കാനൊക്കെ ഇത്തിരി മടിയാണ്. ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ആനക്കോട്ടയിൽ നമ്മൾ പോകാനിടയായി കഴിഞ്ഞ ആഴ്ചയിൽ. ആ സമയത്ത് നമുക്ക് ഒത്തിരി ആനകളെ കാണാനുണ്ട്. ആ കൂട്ടത്തിൽ ഒരാന കുളിക്കുന്നത് കൂടി നമ്മൾ ആദ്യമായിട്ട് കണ്ടു. കുളിക്കുന്ന വെച്ചാൽ കുളത്തിൽ ഇറങ്ങി കുളിക്കുന്നത്, നമ്മൾ മുങ്ങി കുളിക്കുന്നൊക്കെ പറയില്ലേ, അതേ രീതിയിൽ. അപ്പോൾ ആനപ്പാപ്പാൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് കുളിക്കുന്നതെങ്കിലും ആനയ്ക്ക് ഭയങ്കര മടിയായിരുന്നു കുളിക്കാൻ. പൊതുവെ മഴയായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അതേസമയം ചൂട് സമയമൊക്കെ ആയിരുന്നു. ഈ ആന പെട്ടെന്ന് തന്നെ കുളിക്കാനായിട്ട് ഇറങ്ങി തന്നെ വെള്ളത്തിൽ. പക്ഷേ വെള്ളത്തിലിറക്കാനും പിന്നെ വെള്ളത്തിൽ കിടക്കാനൊക്കെ ഒത്തിരി പണി. അവസാനം പാപ്പ മുകളിൽ കയറി വന്ന് ഈ ആനക്കുളത്തിൽ ആന കുഴിയുള്ള ഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇടയിലൊരു തടയണ കെട്ടിയിട്ടുണ്ട്, സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് വാള്. അപ്പം അതിനപ്പുറത്തോട്ട് വെള്ളം കൂടുതലുള്ള ഭാഗത്തോട്ട് അല്ലെങ്കിൽ കുഴി കൂടുതലുള്ള ഭാഗത്തോട്ട് ആനയ്ക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതുവഴിയാണ് പാപ്പം കയറി വന്നത്. പാപ്പം കയറി വന്ന് ആനയെ ചെറിയ രീതിയിൽ നുള്ളുന്നൊക്കെ ഉണ്ട്. കമ്പൂച്ചി ചെറുതായിട്ട് തട്ടുമ്പം തന്നെ ആന ഏകദേശം അനുസരിക്കാനൊക്കെ തുടങ്ങുന്നെങ്കിലും മടി. വെള്ളത്തിലോട്ട് കിടക്കാനാണ് ആനയുടെ ഭാഷയിൽ തന്നെ, ആനയുടെ ഭാഷയല്ല മലയാളത്തിൽ തന്നെയാണ്, പക്ഷേ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. കടയാനയെന്ന് എന്തോ പറയുന്നുണ്ട് പാപ്പാൻ. ആന പക്ഷേ അത് കൂട്ടാക്കുന്നില്ല. പിന്നെ പാപ്പൻ ചെറുതായിട്ടൊക്കെ ഒന്ന് നോവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊരു പ്രശ്നമല്ല. ആനയെ നിയന്ത്രിക്കണമെങ്കിൽ, ഇത്രയും വലിയ ആനയെ നിയന്ത്രിക്കണമെങ്കിൽ ചെറിയൊരു തട്ടായി കൊടുത്തേറ്റുള്ളൂ. അതൊന്നും ആനയ്ക്കൊന്നും. ഇവനെ നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഗുരുവായൂർ നടയിൽ വെച്ച് കണ്ട ശിവേലിക്ക് ഉണ്ടായിരുന്നു. ഇവനായിരുന്നല്ലേ ശിവേലിക്ക്, രാത്രിയുള്ള ശിവേലിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അവൻ അവിടെ വെച്ച് കണ്ടത്. അതാണ് തലയിൽ, അവൻ്റെ നെറ്റിയിൽ കണ്ട പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ചുവന്ന പൊട്ട്. ഇന്നലെ ഇട്ട പൊട്ടാണത്. അവൻ ദേഹത്ത് മുഴുവൻ മണ്ണ് വാരി ഇട്ടിരിക്കുകയാണ്. അതാണ് കുളിപ്പിക്കാൻ കാരണം. ഇപ്പോൾ രാവിലെ ആൾക്കാർ കാണാനൊക്കെ ഒത്തിരി പേര് ഇവിടെ ആനക്കോട്ടയിൽ വരാറുണ്ട്. അപ്പം ഇവൻ കുളിച്ച് കുട്ടപ്പനായിട്ട് നിന്നെങ്കിലും എല്ലാവർക്കും ഒരു ഐശ്വര്യം തോന്നുള്ളൂ ഇവനെ കാണുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇവനെ കുളിപ്പിക്കാൻ. ഇവൻ്റെ കണ്ണിന് എപ്പോഴും ചൊറിച്ചിലാട്ടോ. തുമ്പിക്ക് ചോദിച്ച് അവൻ കണ്ണിന് പിന്നെ ചൊറിയുന്നുണ്ട്. നമ്മളെ കണ്ണ് തിരുവും മാതിരി ഇവൻ തുമ്പിക്ക് വെച്ചിട്ട് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തിരുമുന്നുണ്ട്. അപ്പം ഏകദേശം അനുസരിക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എങ്കിലും മടി തന്നെ കേട്ടോ, കിടക്കാൻ മടി തന്നെ. ഒത്തിരി പറഞ്ഞു നോക്കിയതാ, അതൊക്കെ കിടക്കുന്നുണ്ട്. ഇവനെ ബാക്കിയാണ് വെള്ളത്തിൽ പതുക്കെ മുങ്ങുമല്ല, പതുക്കെ മടിയാൻ. അതാ വെള്ളത്തിൽ കിടന്ന് ഇവൻ കിടന്ന സമയത്താണ്ട് ആ വെള്ളം നമ്മളെ കടലിൽ തിര വരും കണക്കാണ് സൈഡിലോട്ട് അടിക്കുന്നത്. വേണ്ട, ഇവൻ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു തിര ഇല്ലായിരുന്നു. കിടന്നപ്പോൾ അതിൻ്റെ മർദ്ദത്തിൽ വെള്ളം തിര കണക്ക് ഇത് കരയിലോട്ട് അടിക്കുകയാണ്. ഒത്തിരി പേര് കാണാനായിട്ട് മുകൾ ഭാഗത്തായിട്ട് നിൽപ്പുണ്ട്. ഇതിനൊരു കൈവരി കെട്ടിയിട്ടുണ്ട് മുകളിൽ കുളത്തിന്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കാണാം ഭംഗിയായിട്ട് മുകളിൽ തന്നെ. വെള്ളത്തിൽ കിടന്നപ്പോഴത്തേക്ക് ഇവനൊരു സുഖം കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. തുമ്പിക്കൈയൊക്കെ മൊത്തം താഴ്ത്തി വെച്ച് ഇടയ്ക്കിടയ്ക്ക് മാത്രം പൊക്കുന്നുണ്ട് തുമ്പിക്കൈ. പിന്നെ ആനയെന്ന് കരുതി ശ്വാസം മുട്ടാതിരിക്കില്ലല്ലോ, അപ്പോൾ ശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൈ വെക്കുന്നത്. അങ്ങനെ വെള്ളത്തിൽ നല്ല ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ മുതുകിലത്തെ ഒരു സൈഡിലുള്ള മണ്ണൊന്നും പോകാത്തതുകൊണ്ട് പാപ്പൻ തന്നെ വന്ന് ഇറങ്ങി വെള്ളം ചീറ്റി കൊടുക്കുന്നുണ്ട്. എങ്കിലും മൊത്തവും പോകത്തില്ല കേട്ടോ. ഇപ്പോൾ ഒരു ചരിഞ്ഞില്ല കിടക്കുന്നത്, അതുകൊണ്ട് ഒരു സൈഡിലെ മണ്ണ് ക്ലിയർ ആയിട്ട് പോയി, മറു സൈഡിൽ അങ്ങനെ തന്നെ ഉണ്ട്. അത് വെള്ളം കോരി ഒഴിച്ച്. ഇനി എനിക്ക് തോന്നുന്നത് പാപ്പൻ അതിനെ അവൻ്റെ അടുത്ത് പറയും, തിരിഞ്ഞ് കിടടാന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് തിരിച്ച് കിടത്തുമെന്ന്. അതാ എണീക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല. എണീക്കാനാണ് കിടക്കാനാണ്. അപ്പോൾ എണീച്ച് പുള്ളി കഴിഞ്ഞോ ഇനി മറു സൈഡ് തിരിഞ്ഞ് കിടക്കുന്നതിനാണോന്നറിയില്ല. ഇപ്പം വെള്ളത്തിൽ കിടന്നപ്പം ഒരു സുഖം തോന്നുന്നു കേട്ടോ. എണീക്കാൻ ഇത്തിരി പാട് തന്നെ. വീണ്ടും നേരത്തെ പപ്പൻ പറഞ്ഞ രീതിയിൽ എന്തൊക്കെ പറയുന്നുണ്ട്. കിടക്കാനാണെന്ന് തോന്നുന്നു, മറു സൈഡ് തിരിഞ്ഞ് കിടക്കുന്നതിന് വേണ്ടി ആയിരിക്കും. ചെറിയ കമ്പൗണ്ട് തൊടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, അപ്പുറത്ത് പോകാതിരിക്കാൻ കെട്ടിയിരുന്ന കൈവരിയാണ് ആ കാണുന്നത്. പാപ്പാൻ നിൽക്കുന്ന കൈവരിയില്ലേ, ആന അപ്പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി, കുഴിയുള്ള ഭാഗത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണ്. വീണ്ടും അത് കണക്ക് തന്നെ കിടന്നല്ല തിരിഞ്ഞ്. ഞാൻ വിചാരിച്ച് തിരിഞ്ഞ് മറു സൈഡ് കിടക്കുമെന്ന്. വീണ്ടും അത് കണക്ക് തന്നെ കിടന്നു. നല്ലോണം പുള്ളിക്കെട്ട്. കൊച്ചു തുമ്പിക്കൈ ഒക്കെ ശ്വാസം നല്ല പിടിക്കുന്നുണ്ട്, മണം പിടിക്കുന്നതാണ്, എന്തൊന്നും അറിയില്ല. കൊച്ചു കള്ളൻ. എന്തായാലും പാവല്ലേ, ഇത്രയും വലിയ ജീവിയായിട്ട് വിടും നിസ്സാരപ്പെട്ട നമ്മളെ മനുഷ്യൻ പറയുന്ന
മനുഷ്യൻ അത്ര നിസ്സാരമൊന്നുമല്ല ഇങ്ങനെ പറയുന്നത്. എൻ്റെ കൈവരി അങ്ങോട്ട് പോയിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിനിടയിൽ അവർക്ക് നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു കാല് പൊക്കി വെച്ച് പോകാൻ പറ്റത്തില്ലായിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കെട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിസ്സാരപ്പെട്ട മനുഷ്യനൊന്നുമല്ല, മനുഷ്യൻ വലിയ ശക്തിമാൻ തന്നെ. പക്ഷേ ഇത്രയും വലിയ ജീവിനെ അനുസരിപ്പിക്കാനുള്ള ശക്തി കൂടി മനുഷ്യനുണ്ട്. പാവാനല്ലേ, ഇത്രയും വലുതായിട്ടും ഇത്രയും ചെറിയ ജീവിയുടെ അടിമയായി പോയല്ലോ എന്നൊരു വിഷമം കാണും ആനയ്ക്ക് മനസ്സിൽ. അവൻ എണീച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളി ഏകദേശം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കാണാൻ എന്ത് രസമല്ലേ. നമുക്ക് എന്നും എപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. ഇവൻ്റെ ആന പാപ്പാൻ പറയുന്നതും ഇവ അനുസരിക്കുന്നതും. എണീച്ച് കുളിച്ചെങ്കിൽ ഇവൻ്റെ നെറ്റിയില ഇന്നലെ ഇട്ട് കുങ്കുമൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ട്. അത് ഇടുമ്പോഴാണ് സുന്ദരനാവുന്നത് കൂടുതൽ. അടിപൊളിയായിട്ടുണ്ട്. കുളി കഴിഞ്ഞ് കേട്ടോ. എൻ്റെ കുളി കഴിഞ്ഞ് അവൻ ഉന്മേഷവാനായി ചെവിയൊക്കെ ആട്ടിത്തുടങ്ങി. ഇന്നിപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ വരുമ്പോൾ ഇവനെ എന്തായാലും നോക്കി നിൽക്കും. തുമ്പിക്കൈ വെച്ച് കോരി ഒഴിക്കാനാണ് പറയുന്നത് കേട്ടോ. തുമ്പിക്കൈ വെച്ചിട്ട് അവൻ്റെ മുതുകത്ത് വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്. അത് അത്ര സ്പീഡൊന്നുമല്ല, സ്ലോ മോഷനെല്ലാം ഒഴിക്കുന്നേക്കാം. അപ്പോൾ നല്ല ക്ലിയറായി. ഇപ്പൊക്കെ നല്ല കറുത്ത കുട്ടപ്പനായി. ഇപ്പോഴാണ് സുന്ദരനായത്. മണ്ണൊക്കെ ഇരുന്നപ്പോൾ ഒരു ഇതായിരുന്നു കാണാൻ. ഇപ്പം നല്ല കറുപ്പിൻ്റെ അഴക് ഇപ്പോഴാണ് അവന് കിട്ടിയത്. കുട്ടപ്പൻ വെള്ളം വേട. അങ്ങനെ ഒരു വഴി, നല്ലോണം ഒരു വഴി, പെട്ടെന്ന് വഴി. കുളിച്ചിട്ട് പോവാം പെട്ടെന്ന്, നമുക്കും പോകണം. എൻ്റെ കുളി ഇങ്ങനെ വിട്ടിട്ട് നമുക്ക് പോകാനും പറ്റുന്നില്ല. കുളി കഴിഞ്ഞ് അവൻ കരയ്ക്ക് കയറാനുള്ള പുറപ്പാടാണ്. പാപ്പാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് കുറേശ്ശെ കയറി. നല്ല ആഴം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാണുന്നതൊക്കെയല്ല, കിടന്ന സ്ഥലം നല്ല ആഴം ഉണ്ടായിരുന്നു. അല്ല, അവിടെ ഒരു റാമ്പ് കെട്ടിയിട്ടുണ്ട്, ചരിച്ചുള്ള റാമ്പ് കെട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് കൊണ്ട് അത് കഴിഞ്ഞ് സ്റ്റെപ്പാണ്. അവസാനം 3 സ്റ്റെപ്പ് മെയിൻ വഴിയിലോട്ട് കയറി. അങ്ങനെ കുളി കഴിഞ്ഞ് കുട്ടപ്പൻ സുന്ദര കുട്ടപ്പനായിട്ട് ഇതാ പോകുന്നു. നമുക്കും പോകാൻ സമയമായി. ഇവനെ ഒന്നും കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ പോയി അന്നദാനമൊക്കെ കഴിച്ചിട്ടേ തിരിച്ച് റൂമിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ബൈ. ഇതാണ് പാപ്പ, മിടുക്കനാണ്. ഇവരെ കെട്ടാൻ പ്രത്യേകം ഷെഡുകളുണ്ട് ഓരോരുത്തർക്കും. ഓരോരുത്തർക്കും ഓരോ റൂമുകളാണ്, ഇവർക്ക് ഓരോ ഷെഡുകളുണ്ട്. നല്ല തന്നെയൊക്കെ നിൽക്കാം. ശരി, നമുക്ക് ബൈ കാണാം. ബൈ.